കൊല്ലം നീരാവിൽ നവോദയം ഗ്രന്ഥശാലയിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പരിപാടി. നവോദയം ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ ഈ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. 76ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കൊല്ലം നീരാവിൽ നവോദയം ഗ്രന്ഥശാലയിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. നവോദയത്തിന്റെ ഒരു വേദിയിൽ ഇതുപോലെ നിൽക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഏത് കോണിൽ പോയാലും ലൈബ്രറി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു മലയാളിയോട് സംസാരിക്കേണ്ട ഒരു അവസരം വന്നാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ നീരാവിലെ നവോദയം ഗ്രന്ഥശാലയെ പറ്റി പരാമർശിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. ഈ വർഷത്തെ എൻ ശിവശങ്കരപിള്ള മെമ്മോറിയൽ അവാർഡ് ആതുര സേവന രംഗത്തെ മികവിന് ഡോക്ടർ ഡി ഷാജിക്കും കെ രവീന്ദ്രൻ സ്മാരക ഫോട്ടോഗ്രാഫി പുരസ്കാരം CR ഗിരീഷ് കുമാറിനും സമ്മാനിച്ചു. മികച്ച ഗ്രാമീണ ലൈബ്രറിയനുള്ള കല്ലട രാമചന്ദ്രൻ അവാർഡ് ചവറ വികാസ് ലൈബ്രറിയിലെ ലൈബ്രറിയൻ കെ സുനിതയ്ക്ക് നൽകി. കെ സോമപ്രസാദ്, ഗായിക ആലീസ് ഉണ്ണികൃഷ്ണൻ, BS തിരുമേനി IAS എന്നിവർ അവാർഡുകൾ സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികൾക്കായുള്ള വായനാ വസന്തം പദ്ധതി ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M സലീം ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് KS ബൈജു, സെക്രട്ടറി S നാസർ തുടങ്ങിയവർ സംസാരിച്ചു. 95 മുതൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിഷ്കർഷമായ മാനദണ്ഡങ്ങളുടെ പരിശോധനയിൽ A+ നിലനിർത്തി പോരുന്ന അപൂർവ ഗ്രന്ഥശാലകളിൽ ഒന്നാണ് നമ്മുടെ ഗ്രന്ഥശാല. ഗാന്ധിജിയും കൊല്ലവും എന്ന പേരിൽ സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലെ ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.